നമ്മളങ്ങനെ നമ്മുടെ ഫെറി പോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ട്രാവുമുണ്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഫെറി കയറാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫെറി പോർട്ടിൻ്റെ അവിടെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 500 മീറ്ററിൽ നമ്മൾ ഫെറി പോർട്ട് എത്തും. ഇവിടുന്ന് തന്നെയാണ് ഫിൻലൻഡിലേക്കും നോർവേയിലേക്കും എല്ലായിടത്തേക്കുള്ള ഫെറികൾ ഉണ്ട് ഇവിടുന്ന്. പിന്നെ നമുക്ക് TT ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ഫെറിയാണ് കയറാനുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വണ്ടി നമ്പർ, നമ്മുടെ ട്രെയിലർ നമ്പർ മാത്രം മതി. അത് രണ്ടും വെച്ചിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും, ഡീറ്റെയിൽസ് കിട്ടും ഫെറിയുടെ. പിന്നെ 9 മണിക്കൂർ ആണെന്ന് തോന്നുന്നു. 9 മണിക്കൂറാണ് ട്രാവലിൻ്റെ ടൈം പറഞ്ഞേക്കണേ. രാത്രി 9:30 ഇവിടുന്ന് ഫെറി പോയി തുടങ്ങുന്നതാണ് ഇപ്പം നിലവിൽ കിട്ടിയിട്ടുള്ള അറിവ്. TT ലൈൻസ്. അപ്പോൾ ഇപ്പുറത്തെ ലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ TT ലൈൻസ് എന്ന് എഴുതിയേക്കണ ഈ വരിയിലാണ്. അപ്പോൾ നമുക്ക് TT ലൈൻസിൻ്റെ വരിക്ക് വേണം. ഫിൻലൈൻസ് TT ലൈൻസ് ഒക്കെ ഈ വഴിയിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിത് ഇവിടെ പിടിക്കാം. ചെക്ക് ഇൻ. നമ്മൾ കയറുമ്പോൾ എപ്പോഴും നോക്കണം നമ്മുടെ ഫെറി ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ തന്നെ പിടിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്ത് പോകണം. അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ട്രാക്കിൽ പോയിട്ട് കാര്യമില്ല. കാരണം ഇവിടുന്ന് ഒരുപാട് ഫെറികൾ പോകാനുള്ള കാരണം. ഫിൻലൈൻസ് പാസഞ്ചർ ഹെലൻസ്കി മാൽമോ. നമ്മുടെ TT ലൈൻസ് പാസഞ്ചർ കാർഗോ. TT ലൈൻസ് പാസഞ്ചറും കാർഗോ ഈ വഴി തന്നെ പോകണമെന്നാണ് പറയുന്നത്. ഇതിൽ പോയി നോക്കാം എവിടെ കൊണ്ടിട്ട് നിർത്തുക. ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പോർട്ടിൽ വരണത്. പോയി നോക്കാം എവിടെ കൊണ്ട് പോയിട്ട് നിർത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ എവിടെയാണെന്നൊരു പിടുത്തില്ല. TT ലൈൻസ്. ഓക്കെ. അത് TT ലൈൻസിൻ്റെ ലൈൻ കാണാണ്ട് ഈ ലൈനിൽ നിർത്തിയിട്ട് നമുക്ക് നോക്കാം ഇത് തന്നെയാണോ ലൈൻ എന്നുള്ളത്. എന്നിട്ട് ബാക്കി എന്നിട്ട് നോക്കാം നമുക്ക്. കാരണം ഇതിന് മുന്നേ ഫെറി വല്ലതും പോവാണ്ടെങ്കിൽ നമുക്ക് പണി പാടും. എന്തായാലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ഇടാം. ബാക്കി നമുക്ക് വഴി നോക്കാം. വേണം TT ലൈൻസിൻ്റെ ലൈനിലിടാൻ വേണ്ടി. അതാണ് നമുക്ക് സേഫ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തോടാ. ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് ക്യാബിൻ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി ഈ ഒരു പാസ് വെച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇത് ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മുടെ ഫെറി ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതേ കാണുന്നതാണ് നമ്മുടെ ഫെറി TT ലൈൻസിന് എഴുതുക. അവിടെ ഒരു ബ്രിഡ്ജ് പോകണ കാരണം നമുക്ക് കറക്റ്റായിട്ട് കാണാത്തത്. നമ്മുടെ വണ്ടി ഇതാ ഇതിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവും അവിടെ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം സെറ്റാണ്. ഇനി രാത്രി ഒരു 9 മണി 9:30 ആകുമ്പോൾ നമ്മൾ ലൈൻ കീപ്പ് ചെയ്താണ് പോയാൽ മതി. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വന്നിട്ട് ഫെറിയിൽ കയറാനുള്ള ഇതാണ്. ഫെറിയിലേക്ക് കയറാനുള്ള ഗേറ്റാണ്. അപ്പോൾ ഫെറിയുടെ ഉള്ളിൽ കയറി ഇപ്പം ഈ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് പോകാനുള്ള ഫെറി. അപ്പോൾ ഇതിൽ നമുക്ക് ആംഗ്ലർ 7 എന്ന് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ TT ലൈൻസ് ആംഗ്ലർ 7. അപ്പോൾ ഈ ഇതിലാണ് നമുക്ക് ബോർഡിന് ആവാനുള്ളത്. അപ്പോൾ ഈ മുന്നിൽ പോകണ വണ്ടി ഗിർടാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ലിത്വാനിയയിലെ ഒരു കമ്പനിയിലെ വണ്ടിയാണല്ലോ. അപ്പോൾ ഒരു മലയാളി ചേട്ടൻ തന്നെയാണ് ആ വണ്ടി ഓടിക്കണത്. അപ്പോൾ ആ പുള്ളിയുടെ വണ്ടി ഇങ്ങനെ ടയറൊക്കെ ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ പുള്ളി മുന്നതിൽ പോയിട്ടുണ്ട്. ഞാൻ ഈ ഫെറിയിൽ ഇതിൽ മുന്നേ പോയിട്ടില്ല. അപ്പോൾ പുള്ളിയോട് ചോദിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത്. നമ്മുടെ പാസ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണ്ടി വരും പോകാനായിട്ട്. ഞാൻ പോയാൽ ഗേറ്റ് ഇതാവുണ്ടാവും. ഇത് തന്നെ ഗേറ്റ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഗേറ്റെങ്കിൽ മാത്രമാണ് ഇത് എന്താ പറയുക തുറക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് തുറക്കില്ല. നമുക്ക് 10 to 12 22 നമ്മുടെ 10 to 22 നമ്മുടെ ലൈൻ നമ്പറുകൾ. 12. അപ്പോൾ നമുക്ക് 10 അയ്യോ പണിപാളി 7, 8, 9 10 to 22 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പിന്നിലേക്ക് പോകണം. ആ പുള്ളിയുടെ വണ്ടി ഫ്രീഗോ വണ്ടിയാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. നമുക്ക് അങ്ങോട്ട് പിന്നാലെ പോകണ്ട.
നമുക്ക് ഇവിടെ 10ാമത്തെ 22 അപ്പം ഒന്ന് റിവേഴ്സ് പോകേണ്ടി വരും. ഇന്ന് തലയിട്ട് നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് നമുക്കൊരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടൊന്ന് റിവേഴ്സ് വയ്ക്കാൻ വേണ്ടി. ഓക്കെ, നമുക്ക് 10ൻ്റെ 22ൻ്റെ ഇടയിലുള്ള നമ്പർ ആണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലങ്ങോട്ട് പോവാം. 22, 12, 11. അപ്പോൾ 11ൻ്റെ ലൈനിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഇനി ഇവിടെ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ഫെറി മുകളിലേക്ക് കയറ്റാറായിട്ടില്ല. അപ്പോൾ ഇനി ഇവിടെ വെയിറ്റിംഗ് ആയിരിക്കും. 9:30 ആവും ചിലപ്പോൾ ബോർഡിങ് ചെയ്യുള്ളൂ. അപ്പം കയറി പോകാം. അതുവരെ ഇവിടെ കിടക്കാം. എന്താണെങ്കിലും ബാക്കി എന്നിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ ഫെറിയിൽ ബോർഡിന് ആവാൻ പോകാനുണ്ടാവും. നമ്മൾ മുകളിൽ അപ്പറാണ് കിട്ടിയേക്കണത്. അപ്പോൾ 2ാമത്തെ നിലയിലേക്ക് പോണത്. എനിക്ക് ഈ ഫെറിയുടെ സെറ്റപ്പുകളെ പറ്റിയിട്ട് വലിയ പിടിപാടില്ല. ഇതിൻ്റെ 3 നിലയിലും ഉണ്ട്. താഴത്തെ നിലയിൽ ഫുള്ളായിട്ട് ട്രെയിലറുകൾ, മറ്റേ empty ട്രെയിലറുകൾ മാത്രമാണെന്ന് തോന്നുന്നുണ്ട്. മുകളിലേക്കാണ് ട്രക്കുകളൊക്കെ, മുകളിലേക്കാണെന്ന് തോന്നുന്നുണ്ട്. മുകളിലെ 2 നിലയിലായിട്ടാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയില്ല. കറക്റ്റ് കയറ്റത്ത് വന്നിട്ട് തന്നെ വണ്ടി നിന്നു. സൂപ്പർ. എന്തായാലും കുഴപ്പമില്ല, അങ്ങോട്ട് നീങ്ങട്ടെ, എന്നിട്ട് പോവാം. അത്യാവശ്യം തരക്കേടില്ലാത്ത ലോഡുണ്ട്. അത് കാരണം ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്. അത് നല്ല അടിപൊളി സെറ്റപ്പാണ്. ആ സ്വിച്ച് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി റിവേഴ്സ് ഇറങ്ങിപ്പോകും എന്നുള്ള ടെൻഷൻ വേണ്ട. ഓക്കെ, ഫെറിയുടെ നമ്മളും പോണത് മുകളിലേക്ക് മൂന്നാമത്തെ നിലയിലേക്ക് തന്നെ ഉണ്ടാവും. ഇത് മറ്റേ പുള്ളി നിൽക്കണു. ഫ്രണ്ട് റിവേഴ്സ് വെച്ച് വെക്കണം എന്ന് തോന്നുന്നു. എങ്ങനെയാണെന്നില്ല, പാർക്കിംഗ് സിസ്റ്റം ഒക്കെയാണ് ഒരു പിടുത്തമില്ല. മുന്നേ തന്നെ നമ്മുടെ ഷണ്ടിങ് വണ്ടികൾ വന്നിട്ട് ട്രെയിലറുകൾ ഡ്രോപ്പ് ചെയ്തിട്ടേക്കണം കേട്ടോ. കേട്ടോ, ട്രെയിലറുകളൊന്നും ട്രക്കില്ലാതെ ട്രെയിലർ മാത്രമായിട്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇതേപോലെ നമ്മുടെ സാധാ പ്രൈം ഓവർ വന്നിട്ട് അത് മുഴുവൻ അൺലോഡ് ചെയ്തിട്ട് അവിടെ പോർട്ടിൽ അൺലോഡ് ചെയ്ത് വയ്ക്കും. യൂട്ടേൺ അടിച്ചിട്ടൊക്കെ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. അയ്യോ, വണ്ടി പുറത്താണ് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെടും. ഉപ്പുകാറ്റടിച്ച് ഗ്ലാസ്സൊക്കെ അവിടെ എത്തുമ്പോഴേക്കും ഉപ്പ് ഗ്ലാസ് അടിച്ച് അവിടെ എത്തുമ്പോഴേക്കും നാശവും ഗ്ലാസ്സൊക്കെയും ഉപ്പുവെള്ളം അടിച്ചിട്ട്. ഷോ, വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഈ വഴി കൂടെയാണ് നമ്മൾ കയറി വന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന സ്ഥലത്തിൻ്റെ പ്രശ്നം എന്ന് പറയുമോ, രാത്രി ഓടുമ്പോൾ ഫുള്ള് ഉപ്പുകാറ്റടിച്ച് വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് കയറുക.
മൊത്തം അലമ്പായി പോകുന്നാണ് തോന്നണത് അവിടെ എത്തുമ്പോഴേക്കും. കുഴപ്പമില്ല, വണ്ടി അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ കഴുകാൻ ക്ലാസ്. എന്തായാലും വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് റൂം അന്വേഷിച്ച് പോട്ടെ. റൂം എവിടെയാണെന്നൊരു പിടുത്തമില്ല, റൂം അന്വേഷിക്കട്ടെ. ഇതാണ് ഇപ്പം നമ്മുടെ റൂം തപ്പി നടക്കുകയാണ്. 911 12411. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ അയ്യോ, ഇതാണല്ലോ നമ്മുടെ ഷിപ്പിലെ റൂം. ഫെറിയ റൂമാണിത്. ഒരു ബെഡ്, രണ്ടാമത്തെ ബെഡ് ഇവിടെ ഉണ്ട്. പക്ഷെ അത് അവരെന്താ ലോക്ക് ചെയ്തൊക്കെ തോന്നുന്നു, വലിച്ചിട്ട് കിട്ടിയില്ല. പിന്നെന്താ, ഒക്കെ ഓൾ സെറ്റാണ്. ടോയ്ലറ്റ്, ഒരു ഇതുണ്ട്, എന്താ പറയുക, ഷവറിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ഒരാൾക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ലാവിഷായിട്ട് വെക്കാനുള്ള റൂമുണ്ട്. പിന്നെ ഫെറിയിൽ വേറെ ഒന്നും അധികം കാണിക്കാനില്ല, അതാണ് പിന്നെ അങ്ങോട്ടൊന്നും വല്ലാണ്ട് പോകാത്തത് കേട്ടോ. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഒരു 9 മണിക്കൂർ ഫെറിയറാകത്താണ്. നമ്മളപ്പോൾ ഓടിയിട്ട് ഇവിടെ പോർട്ടിലെത്തിയിട്ടോ. ഫെറി പോർട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ തിരക്കൊന്നും കാണാത്ത പറയും. ഇനി അപ്പുറ സൈഡാണെന്നാണ് കൂടുതൽ ഫെറികൾ വരുന്നത്. അപ്പോൾ അതാ നമ്മൾ എന്താ പറയുക, റിവേഴ്സ് എടുത്തിട്ട് വേണം ഇവിടെ ഇറങ്ങി പോകാനായിട്ട്. നമുക്ക് ബാക്കിലൊക്കെ വണ്ടികൾ വട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോകണം. എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. ഏകദേശം ഫെറി ക്രോസ് ചെയ്യാൻ 9.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. 9 മണിക്കൂറിൽ എത്തുന്ന പറഞ്ഞാൽ 9 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അറിയില്ല എന്താണെന്ന്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം എനിക്കിനി ഇവിടുത്തെ പ്രൊസീജിയറൊന്നും അറിയില്ല. ഇറങ്ങി പോകാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. സാധാരണ ഇറങ്ങിയപ്പോൾ ഒരു പാസ്പോർട്ട് കൺട്രോളും മാത്രം ഉണ്ടാവാൻ വഴിയുള്ളൂ. എന്തായാലും നോക്കണേ. നമ്മൾ വന്ന പോലത്തെ ഒരു ഫെറിയാണ് കേട്ടോ പോണത്. നമ്മൾ വന്നത് ഈ TT ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുടെ ഫെറിയിലാണ്. അതിൻ്റെ തന്നെ ഒരു ഫെറിയാണ് പോണത്. പക്ഷേ അതിനകത്ത് വലിയ ട്രക്കൊന്നും കാണില്ല. അത് ചെറുതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത്ര ഈ വലുതാണെന്ന് തോന്നണില്ല. കാരണം ഇതിൽ കുറേ ട്രക്കൊക്കെ നിർത്തിയിട്ട് കാണാം, അതൊന്നും കാണില്ല. ഇത് അവിടെ ഒരു കല്ല് കെട്ടിയണ പോലെ കണ്ടില്ലേ, ആ സീവാൾ കഴിഞ്ഞ് അപ്പുറത്തേക്ക് കടന്നാലാണ് എന്താ പറയുക നമ്മുടെ ഇതാവുക, കടൽച്ചാലിക്ക് വണ്ടി ഇറങ്ങുക. ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മളുള്ളത് അവർ കെട്ടിയിട്ട് നമുക്ക് ഫെറി വന്ന് അടുപ്പിക്കാനൊക്കെ വന്നിട്ട് തിരയൊന്നും വലിയ ശക്തിയിൽ അടിക്കാത്ത സെറ്റപ്പിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയേക്കുന്നത്. ഫെറി ഇനിയിപ്പോൾ അവിടെ നിന്ന് മറ്റേ റിവേഴ്സ് വയ്ക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് റിവേഴ്സ് വെച്ചിട്ട് ഫ്രണ്ട് അങ്ങോട്ട് ഓടിച്ച് പോകാനുള്ള പരിപാടിയൊന്നും തോന്നുന്നുണ്ട്. അങ്ങനെ ഫെറി പോയിട്ടാ അത് വന്ന് ഫുള്ള് റിവേഴ്സ് വെച്ച് നമ്മുടെ വണ്ടി തിരിക്കണ പോലെ ഫുള്ള് റിവേഴ്സ് ഇട്ട് കറക്കി അങ്ങനെ പോകണേട്ടാ. ഞാൻ വിചാരിച്ചത് ഇത് ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് ഒരു ഡയറക്ഷനിൽ ഓടിപ്പോകുന്നത്. കാരണം ഞങ്ങളുടെ അവിടെ പുഡ്ഗാഡ ഫെറിയൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഈ ഫെറി വ്യത്യാസമുണ്ട്. തല തിരിച്ചിട്ടാണ് പോകണേ. അതിൻ്റെ ഒരു സൈഡിലേക്ക് ഫ്രണ്ടിലേക്ക് ആയിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായി. കുറേ നേരമായി വന്നിട്ട് കാത്തിരിക്കുകയാണ് ഇതൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. എത്ര സമയം എടുക്കുന്നതാവും. വണ്ടികൾ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. മുകളിൽ നിലയെന്നാണ് ഏറ്റവും ഫസ്റ്റ് വണ്ടി കാലിയാക്കണമെന്നുണ്ട്. ട്രെയിനിൻ്റെ ഇതിപ്പോൾ ഈ ബ്രിങ് കാണുന്നതൊക്കെ ഉണ്ടാവും. ഈ ബ്രിങ് ആണ് നമ്മുടെ കമ്പനി. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഈ ബ്രിങ്. ഇത് അവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ട്രെയിനിൽ വന്നിട്ട് ഇവിടെ വരും. ഇനി ഇവിടെ നിന്ന് ഇറക്കി വെച്ചിട്ട് ഫെറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇവർ തന്നെ ഫെറിയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ തന്നെ എങ്ങനെയും പോകണതോ അല്ലെങ്കിൽ ഓടിച്ച് പോകണതാണെങ്കിൽ ഇവിടുന്ന് തന്നെ അത് ഓടിച്ചുകൊണ്ട് പോകും. അങ്ങനെ സെറ്റപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു ഇത് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ട്രെയിനിൽ കയറി പോകണടുത്ത് അതുണ്ടോ, അവിടെ സ്റ്റാക്ലർ വെച്ചിട്ട് എടുക്കണുണ്ടോ ഉണ്ടോ, അവിടുന്ന് ഇറക്കി വയ്ക്കും. ആ കിടക്കുന്ന ഷണ്ടിങ്ങിൻ്റെ വണ്ടി അത് എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഗെയിം. മച്ചാൻ രാവിലെ ഫെറിന്ന് ഇറങ്ങിയ ദേശത്തിലാണ് വെട്ടിമുഖ സർവീസാണല്ലോ. ഇതാണ് നമ്മൾ വന്ന ഫെറിയാണ് കാണുന്നത് കേട്ടോ. കിടക്കുന്ന ഫെറിയിലാണ് കയറിയ പറഞ്ഞ പോലെ ഫെറികൾ കുറേ കിടക്കുന്നുണ്ടല്ലോ. അപ്പുറത്തൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ബാക്ക് സൈഡിൽ കിടന്നോണ്ടാന്ന് തോന്നുന്നു നമുക്കൊന്നും കാണാൻ പറ്റുന്നത്. എന്തായാലും കലക്കിണ്ട്.
GPS ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് GPS ക്ലിയർ ആയത്. ഇത് ഇവിടുന്ന് ഒരു എക്സിറ്റ് ആയിട്ടില്ലേ? ഇവിടെ നിന്ന് പാസ്പോർട്ട് കൺട്രോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് എക്സിറ്റ് ആവണതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ട്രാക്ക് ഓടിച്ചാണ്ട് പോകാം. അല്ല എന്നിട്ട് ചെയ്യണ അയ്യോ 600 കിലോമീറ്റർ കഴിഞ്ഞാൽ വൈറ്റ് എന്നൊക്കെ കാണിക്കണ്ടല്ലോ, പണി പാടും. പോയി നോക്കാം എന്തായാലും. എത്ര 600 മീറ്ററിൽ റൈറ്റ് കാണിക്കുന്നുണ്ട്. മണി പാടുമെന്ന് അറിയില്ല. എന്തായാലും കയറി നോക്കാം. അല്ലാണ്ട് ഇപ്പം വരി കിടക്കാൻ പറ്റാണ്ടല്ലോ. പക്ഷേ രണ്ടാമത്തെ ട്രക്ക് കാലിയായി കിടക്കുമ്പോൾ നമുക്ക് മോശമല്ലേ നമ്മളവിടെ തന്നെ നിൽക്കണത്. നമുക്ക് ഒരു സ്കാനർ ഉണ്ടടാ ഇവിടെ ഇറങ്ങി പോകാനായിട്ട്. ആ സ്കാനർ എന്തോ ബ്ലോക്കാണെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ടാ കാറുകൾക്കൊക്കെ പോകാൻ അപ്പുറത്തെ ട്രാക്ക് എംപ്റ്റിയാണ്. ട്രക്കിനാണ് ഇതൊരു സമയം കാണാം. ഓരോ വണ്ടി ഇതുപോലെ പിടിക്കുന്നു തോന്നുന്നുണ്ട്. അറിയില്ല എന്താ സെറ്റപ്പ് എന്നുള്ളത്. അപ്പം നമ്മളിവിടെ ഫെറി പോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന വഴിയിൽ നമുക്കൊരു സ്കാനർ ഉണ്ട് ഇടാം. ആ സ്കാനർ കൂടെയാണ് നമ്മൾ കിടക്കണത്. പതുക്കെ പോകാൻ പാടുള്ളൂ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ബോർഡർ കൺട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ക്യാമറ ഓഫ് ആക്കിയത്. നമ്മൾ ബോർഡർ പോലീസിൻ്റെ അവിടെ അങ്ങനെ ക്യാമറ ഉപയോഗിക്കരുത്. അതൊരു നമ്മൾ ചെയ്താൽ അത് മോശമാണ്, അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പിന്നെ ക്യാമറ ഓഫ് ചെയ്ത് പോലീസുകാരുടെ ഫേസിലേക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരെല്ലാം പലമ്പാക്കും. പ്രത്യേകിച്ച് ബോർഡർ പോലീസാണ്. നമുക്ക് എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെറിയ വിലയൊന്നും കൊടുത്താൽ ചിലപ്പോൾ അത് തീരില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഇപ്പോൾ നമ്മൾ സീഡിലേക്ക് എത്തി, നമ്മൾ റോഡിലേക്ക് പോവാണ്. E6 E22 ഈ റോഡാണ് നമുക്ക് കീപ്പ് ചെയ്യാനുള്ളത് കേട്ടോ. നമുക്ക് ഈ ട്രാക്ക് തന്നെ പിടിച്ചാണ്ട് പോയാൽ മതി. ഇപ്പോൾ ലോഡ് ഇറക്കാൻ 121 കിലോമീറ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 1.25 മണിക്കൂർ, 1 മണിക്കൂർ 47 മിനിറ്റാണ് ഡ്രൈവിംഗ് ടൈം കാണിക്കുന്നത്. എന്തായാലും സ്വീഡനായ കാരണം പിന്നെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. എന്തായാലും പോയി നോക്കാം എന്താവും എന്നുള്ളത്. നമുക്ക് ഏകദേശം ലോഡ് ഇറക്കാനുള്ള സ്ഥലത്ത് നമ്മൾ എത്താറായി. ഇനി ആകെ ഒരു 1.5 കിലോമീറ്ററും കൂടിയാണ് നമുക്ക് ലോഡ് ഇറക്കാനുള്ള കമ്പനിയിലേക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് നോക്കി, എന്തൊരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കമ്പനിയാണ്. അപ്പം എനിക്ക് തോന്നണം നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന സാധനം മറ്റേ വല്ല ടാർ ഷീറ്റ് ഉണ്ടാക്കണ വല്ല ഇതൊക്കെ ആയിരിക്കും ആ ലോഡ്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. വേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോണ ഒരു 1.1 കിലോമീറ്റർ. ഇത് കമ്പനികളുള്ള സ്ഥലമാട്ടോ, ഇൻഡസ്ട്രികൾ അത്യാവശ്യമുള്ള സ്ഥലമാണ്. നമുക്ക് ധൈര്യമായിട്ട് പോവാം. വഴീനെ പറ്റി ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇവിടെ എവിടെയെങ്കിലും കമ്പനിയുടെ ബോർഡ് കാണും, അതിലേക്കാണ്ട് കയറിയാൽ മതി. മറ്റേ ചിലപ്പോൾ വല്ല ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ കമ്പനികളുണ്ടാവും. അവിടെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ട്. കാരണം വല്ല റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ആണെന്നെങ്കിൽ ചിലപ്പോൾ വണ്ടി അങ്ങോട്ടോ മാറിപ്പോയാൽ നമുക്ക് പണി കിട്ടും. എന്തായാലും ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇറക്കി പോവാം. പിന്നെ ഇന്നലെയൊക്കെ നല്ല സ്നോയൊക്കെ വീണ്ടെന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ മഞ്ഞാണ് കാണാനല്ലോ. നമുക്ക് ലോഡ് ഇറക്കേണ്ട കമ്പനിയാണെന്നാണ് പറഞ്ഞത്. നോർഡിക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പക്ഷെ കമ്പനി പോളൊന്നും കാണില്ല. ആ കാണുന്ന ഗേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കലൊക്കെ കഴിഞ്ഞു, കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് കാലി ഓടി പോവാണ്. തിരിച്ച് ഡെൻമാർക്കിലേക്ക് ഇവിടുന്ന് കാലിയാണ് പോണത്. അതും ഇവിടുന്ന് ഫെറി വഴി വേണം പോകാനായിട്ട്.
ഒന്നും പറയണ്ട. 150 കിലോമീറ്റർ ഉണ്ട്. അത് കാലുപിടി പൊക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് അവിടുന്ന് ലോഡ് എടുത്തോളാൻ പറഞ്ഞു. ലോഡ് ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത ട്രെയിലർ അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ ഒരു സന്തോഷമാണോ സങ്കടമാണോന്ന് അറിയില്ല, വണ്ടി മാറണം. ഇപ്പം ഈ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വണ്ടി മാറാൻ പറഞ്ഞു. ഇത് വണ്ടി സർവീസാണ്. അപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് തരല്ല, ഇനി വണ്ടി തരില്ല, നമുക്ക് വേറെ വണ്ടി തരും. ഈ വണ്ടി വേറെ ആൾ കൊണ്ടുപോകും. അതാണ് ഒരടുത്ത നമുക്കൊരു ഇഷ്ടമില്ലാത്തൊരു കാര്യം. നമുക്ക് ഈ വണ്ടി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. വിഷമം പറഞ്ഞാൽ ഇഷ്ടക്കേടാണ്. ഒന്നാമത് ഈ സാധനങ്ങൾ മുഴുവൻ മാറ്റണം, അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു വണ്ടീനെ ഇടുന്നുണ്ടെങ്കിൽ സെറ്റായി ആ ഒരു സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ അത് പോകാന്ന് പറഞ്ഞൊരു മാനസിക വിഷമമാണ്. എന്തായാലും വേണ്ടില്ല, മാറാൻ പറഞ്ഞാൽ മാറുക. സർവീസായിട്ട് കുറച്ചാളായി, അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ മാറാൻ പറഞ്ഞ പെട്ടെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡീസൽ അടിക്കണം. സ്വീഡനിലാണ് ഇപ്പോഴത്തെ നിലവിലെ വിലപ്രകാരം ഡീസലിന് വിലക്കുറവെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഡീസൽ അടിച്ച് നേരെ ഹെൽസിംബർഗ് ഫെറി പോർട്ടിൽ നിന്ന് പിന്നെ അവിടുന്ന് ഹെലൻസ്കി, പിന്നെ അവിടുന്ന് ടാസ്ട്രിപ്പ് പോയിട്ട് ലോഡ് എടുക്കണം. അതുവരെയുള്ള പ്ലാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് വഴിയെ അറിയാം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഡീസൽ അടിക്കുക അടുത്ത്, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം.